ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ഓഫീസിന്റെ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീം NSS സ്കീം ഈ സ്കീം പൂർണ്ണമായി ഇന്ത്യൻ ഗവൺമെന്റിന്റേതാണ്. അതിനാൽ നിങ്ങൾക്ക് യാതൊരു ഭയവും വേണ്ട. നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ രൂപയും വളരെ സുരക്ഷിതമായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ 2025 ഈ സ്കീമിൽ നിക്ഷേപിക്കുന്ന ശരിയായ ഒരു നിക്ഷേപ ഓപ്ഷനോ NSS സ്കീമിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പലിശ നിരക്ക് എത്രയാണ്, നിങ്ങൾ എത്ര പണം നിക്ഷേപിച്ചാൽ എത്ര വരുമാനം ലഭിക്കും എന്നതെല്ലാം ചർച്ച ചെയ്യാൻ പോവാം. ഈ സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ശരി, സമയം കളയാതെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ NSS സ്കീം എന്താണെന്ന് അറിയണം. രണ്ടാമതായി എങ്ങനെയാണ് ഈ സ്കീമിൽ നിക്ഷേപിക്കേണ്ടത്, മൂന്നാമതായി കുറഞ്ഞതും കൂടിയതുമായ നിക്ഷേപ വിവരങ്ങൾ, നാലാമതായി ഇതിന്റെ പലിശ നിരക്ക്, അഞ്ചാമതായി ഈ സ്കീമിന്റെ മെച്യൂരിറ്റി കാലയളവ്, ആറാമതായും ഇതിന്റെ പലിശ എങ്ങനെയാണ് കണക്കെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓരോന്നായി വിശദമായി നോക്കാം. എന്താണ് NSS എന്നാൽ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമാണ്. ഇതിൽ പൂർണ്ണമായി ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കീമാണ്. ഈ സ്കീമിൽ പ്രധാനമായി ചെറിയ വരുമാന നിക്ഷേപക്കാർക്ക് രൂപകൽപ്പന ചെയ്തതാണ്. ഗവൺമെന്റിന്റെ ഈ സ്കീം 1989 തന്നെ പുറത്തിറക്കിയത്. എന്നാൽ 2015 ശേഷമാണ് ഈ സ്കീം പൊതുജനങ്ങൾക്കായി ലഭ്യമായത്. അതിനുശേഷമാണ് ആളുകൾ ഇതിൽ നിക്ഷേപിക്കാൻ തുടങ്ങിയത്. ഈ സ്കീമിൽ നിങ്ങളുടെ തുക 100% ഉറപ്പുള്ള വരുമാനം ലഭിക്കും. ആർക്കൊക്കെ നിക്ഷേപിക്കാം? 18 വയസ്സിന് മുകളിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇതിൽ നിക്ഷേപിക്കാം. ഇതിൽ നിങ്ങൾക്ക് ജോയിന്റ് അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. നിങ്ങളുടെ പങ്കാളി, കുട്ടികൾ എന്നിങ്ങനെ 3 പേർക്ക് ഒരുമിച്ച് ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് തുറക്കാൻ കഴിയും. 3 പേരിൽ കൂടുതൽ പേർക്ക് ജോയിന്റ് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്നത് ഓർമ്മിക്കുക. 10 വയസ്സ് മുതൽ 18 വയസ്സിന് വരെയുള്ള മൈനർക്കാർക്കും ഇവരുടെ പേരിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയും. എന്നാൽ 10 വയസ്സിന് താഴെയുള്ളവർക്ക് അവരുടെ രക്ഷകർത്താവിന്റെ സഹായത്തോടെ മാത്രമേ തുറക്കാൻ കഴിയുള്ളൂ. കുറഞ്ഞതും കൂടിയതുമായ നിക്ഷേപം. NSS സ്കീമിൽ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക 1000 രൂപയാണ്. എന്നാൽ കൂടിയ നിക്ഷേപ യാതൊരു പരിമിതിയില്ല. ഈ സ്കീമിൽ ഒറ്റത്തവണ നിക്ഷേപം മാത്രമാണ്. അക്കൗണ്ട് തുറക്കുമ്പോൾ ഒറ്റത്തവണയായി നിങ്ങളുടെ പക്കലുള്ള തുക നിക്ഷേപിച്ചാൽ മതി. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 1 ലക്ഷം നിക്ഷേപിക്കണമെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു തവണ അക്കൗണ്ട് തുറന്ന് നിക്ഷേപിച്ചാൽ മതി. അതേ അക്കൗണ്ടിൽ വീണ്ടും നിങ്ങൾക്ക് പണം നിക്ഷേപിക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് വേണമെങ്കിലും തുറക്കാം. അതിന് യാതൊരു പരിമിതിയില്ല. പലിശ നിരക്ക്. ഈ സ്കീമിൽ പലിശ നിരക്ക് 2024 ജനുവരി വരെ 7.70 ആണ്. പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ലഭിക്കുന്ന പലിശ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ്, അതായത് നിങ്ങളുടെ തുക ലഭിക്കുന്ന പലിശയ്ക്കും ലഭിക്കും. അത് പൂർണ്ണമായും സർക്കാരിന്റെ സ്കീം ആയതുകൊണ്ട് ഉയർന്ന വരുമാനം ലഭിക്കില്ല. എന്നാൽ നിങ്ങളുടെ തുകയ്ക്ക് 100% ഉറപ്പുള്ള വരുമാനം ലഭിക്കും. നിങ്ങൾക്ക് ഉയർന്ന വരുമാനം വേണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കാം. എന്നാൽ അവിടെയെല്ലാം ഉയർന്ന റിസ്കുകളുണ്ട്. വിപണിയുടെ മൂല്യത്തെയും പ്രകടനത്തെയും ആശ്രയിച്ച് ഇരിക്കും നിങ്ങളുടെ വരുമാനം. വീഡിയോയുടെ അവസാനം എത്ര നിക്ഷേപിച്ചാൽ എത്ര വരുമാനം ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. മെച്യൂരിറ്റി കാലയളവ്. ഈ സ്കീമിൽ മെച്യൂരിറ്റി കാലയളവ് 5 വർഷമാണ്. നിങ്ങൾ നിക്ഷേപിച്ച് പണം 5 വർഷത്തിന് ശേഷം മാത്രമേ ഈ സ്കീമിൽ നിന്ന് നിങ്ങൾക്ക് പിൻവലിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ 2025 അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ നിങ്ങളുടെ NSS അക്കൗണ്ട് 2032 മെച്യൂരിറ്റിയാണ്. നികുതി നിയമങ്ങൾ. ഈ സ്കീമിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശയ്ക്ക് നികുതി അടയ്ക്കേണ്ടി വരും. എന്നാൽ ഇത് TDS ഇല്ല. കാലാവധി പൂർത്തിയാക്കാനുള്ള പിൻവലിക്കൽ, പ്രീമെച്യൂർ ക്ലോഷറുകൾ എന്നെല്ലാം അടിയന്തര സാഹചര്യങ്ങളിൽ 1 വർഷത്തിന് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ കഴിയുമോ എന്നതാണ്. എന്നാൽ ഈ സ്കീമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. 5 വർഷത്തിന് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനോ അതിലുള്ള തുക പിൻവലിക്കാനോ കഴിയില്ല. എന്നാൽ 2 സാഹചര്യങ്ങളിൽ ഇതിൽ നിന്ന് പണം എടുക്കാൻ സാധിക്കും. അക്കൗണ്ട് ഉടമയുടെ മരണം, കോടതി ഉത്തരവ് എന്ന് 2 സാഹചര്യങ്ങളിൽ നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പണം പിൻവലിക്കാൻ സാധിക്കും. ഈ സ്കീമിൽ നിന്ന് നിങ്ങൾക്ക് വായ്പകളൊന്നും എടുക്കാൻ കഴിയില്ല. എന്നാൽ മുതിർന്ന പൗരന്മാർക്ക് അധികം പലിശ നിരക്കിലുള്ള ഓപ്ഷനുകളുണ്ട്. ഈ അക്കൗണ്ട് ഉടമ മരിക്കുകയാണെങ്കിൽ നോമിനിക്ക് 2 ഓപ്ഷനുകളുണ്ട്. ഒന്നാമതായി നോമിനിക്ക് വേണമെങ്കിൽ ഇത് തുടരാം. രണ്ടാമതായി നോമിനിക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ഇതിലുള്ള പണം പിൻവലിക്കാം. ഇതെല്ലാം NSS കുറിച്ച് നിങ്ങൾ പൂർണ്ണമായി അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ്. NSS കാൽക്കുലേറ്റുകൾ. ഇപ്പോൾ NSS കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമ്മൾ നിക്ഷേപിക്കുന്ന തുക എത്ര വരുമാനം ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒറ്റത്തവണ പേയ്മെന്റ് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ 1000 നിക്ഷേപിച്ച് അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ 7.7% പലിശ കണക്കിലെടുക്കുമ്പോൾ 5 വർഷത്തിനു ശേഷം പലിശയായി 449 കൂടി നിങ്ങളുടെ അക്കൗണ്ടിൽ 1441 ഉണ്ടായിരിക്കും. നിങ്ങൾ 5000 നിക്ഷേപിക്കുകയാണെങ്കിൽ 7.7% പലിശ നിരക്ക് 5 വർഷത്തേക്ക് നിങ്ങൾക്ക് 2245 പലിശയായിരിക്കും. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മൊത്തം തുക 7245 ആയിരിക്കും. നിങ്ങൾ 10000 നിക്ഷേപിക്കുകയാണെങ്കിൽ 7.7% പലിശയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പലിശ 4490 ആണ്. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മൊത്തം തുക 14490 ആയിരിക്കും. ഇപ്പോൾ 50 ലക്ഷം നിക്ഷേപിച്ചാൽ എന്ത് ലഭിക്കും എന്ന് നോക്കാം. നിക്ഷേപ തുക 50 ലക്ഷമാണെങ്കിൽ 5 വർഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വരുമാനം
22,452 ആയിരിക്കും. ഇത്രയും തുകയുടെ വ്യത്യാസം വരുന്നത് ഈ സ്കീമിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശയ്ക്കും പലിശ ലഭിക്കുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങളുടെ നിക്ഷേപം 1,00,000 രൂപ ആണെങ്കിൽ 7.7% പലിശ നിരക്കിൽ 5 വർഷത്തേക്ക് 44,903 ലഭിക്കും. ഇതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മൊത്തം തുക 1,44,903 ആയിരിക്കും. നിങ്ങൾ 50 ലക്ഷം നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുമാനമായി മാത്രം 22,45,165 ആയിരിക്കും. ഇതാണ് കോമ്പൗണ്ട് പലിശയുടെ ശക്തി. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മൊത്തം വരുമാനം 72,45,165 ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്കീമിന്റെ പലിശ നിരക്ക്, വരുമാനം എന്നിവയെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ പണം സുരക്ഷിതമായി ഒരു സ്ഥലത്ത് നിക്ഷേപിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്കീം വളരെ സഹായകമായിരിക്കും. മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.